കാട്ടാനപ്പേടിയിലാണ് കണ്ണൂർ ആറളം പുനരധിവാസ മേഖലയും സമീപ പ്രദേശങ്ങളും. കഴിഞ്ഞ 3 വർഷത്തിനിടെ 6 പേരാണ് ഇവിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കാട്ടാനകളെ തുരത്താൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പലതവണ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചെങ്കിലും ഇനിയും കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരമായിട്ടില്ല. ഈ വിഷയമാണ് ഇന്ന് കവല ചർച്ച ചെയ്യുന്നത്. നമസ്കാരം. കവല ഇന്ന് കേളകം പഞ്ചായത്തിലെ നരിക്കടവിലാണ്. കാട്ടാന ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് നരിക്കടവിലെ ജനങ്ങൾ. എൻ്റെ തൊട്ടു പിന്നിൽ കാണുന്നതാണ് ചീങ്കണിപ്പുഴ. ആ പുഴയ്ക്കപ്പുറം ആറളം വന്യജീവി സങ്കേതമാണ്. ഈ ആറളം വന്യജീവി സങ്കേതത്തിൽ നിന്നാണ് ആനമതിലിൻ്റെ തകർന്ന ഭാഗങ്ങളിലൂടെ കാട്ടാന ഇവിടേക്ക് സ്ഥിരമായി എത്തുന്നത്. ഒരു വർഷം മുമ്പ് ഇവിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വിഷയമാണ് ഇന്ന് കവല ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് തലനാരിലേക്ക് രക്ഷപ്പെട്ട ആളാണ് ഈ ചേട്ടൻ. എന്താ ചേട്ടാ സംഭവിച്ചത്? എവിടെ വെച്ചായിരുന്നു സംഭവം? തെങ്ങ് ഒടിച്ചിട്ട് തിന്നാൻ നിൽക്കുമ്പോഴാണ് എന്നെ കണ്ടുകൊണ്ട് ആന ശബ്ദമില്ലാതെ നിന്നു. ഞാൻ വെട്ടി അടുത്ത് വരുമ്പോഴാണ് ആനയെ കാണുന്നത്. അടുത്തുനിന്ന് തന്നെ പറയാം, അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. കൂടെ 1-2 നേരം ഒരു 3-4 ടവർ വരെ എൻ്റെ ഒപ്പം ഓടി വന്നു. ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ആണ്ടിൽ ഇതുപോലെ ആന കയറി ഒരുത്തന്നെ നമ്മുടെ ഒരു കൂട്ടുകാരനെ ചവിട്ടിക്കൊല്ലുകയും അവനെ ഞങ്ങൾ ഇവിടുന്ന് കേളകം വരെ കൊണ്ടുപോയി അവിടെ നിന്നാണ് മരിച്ചത്. എൻ്റെ മടിയിൽ കിടന്നാണ് അവൻ മരിച്ചത്. അധികാരികളോട് നിരന്തരം ഞങ്ങൾ ആവശ്യപ്പെട്ടെങ്കിൽ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നില്ല. കാര്യം ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ അടച്ചിടാനുള്ളൂ. അവർ ശരിയാക്കാം എന്ന് പറയുന്ന നൈറ്റ് വാച്ചർമാരുടെ ഇതൊന്നും വരുന്നില്ല. അവർ സ്ഥിരമായി ഇപ്പോൾ ആന കയറുകയാണ്. ഇതൊന്ന് മനസ്സമാനത്തോടെ ജീവിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എത്രയും വേഗം ഈ മതിൽ കെട്ടുകയും ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുകയാണ് എത്രയും വേണ്ടി ചെയ്യേണ്ടത്. 3500ഓളം ആളുകളെ പുനരധിവസിപ്പിച്ചിരിക്കുന്ന ആറളം ഫാം ഉൾപ്പെടെ കാട്ടാനകളുടെ പിടിയിലാണ്. ഇവിടെ കാട്ടാന രാജാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പം പ്രളയത്തിൽ തകർന്ന ആനമതിലുണ്ട്. ആനമതിൽ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയാകുന്നതോടെ ഏകദേശം ഈ ഭാഗങ്ങളിലെ പ്രശ്നങ്ങൾ തീരുമെങ്കിൽ തന്നെ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവുകയില്ല. ആറളം കാർഷിക ഫാം തകർച്ചയുടെ വക്കിലാണ്. ഏതാണ്ട് ഒരു 2 വർഷം കൊണ്ട് 2000-ഓളം വലിയ തെങ്ങുകൾ നശിപ്പിച്ചിരിക്കുന്നു. കീഴ്പള്ളിയിൽ നിന്നും കാക്കയങ്ങാടേക്കുള്ള പാതയിൽ അങ്ങോട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. ഏത് സമയവും ഒരു കാട്ടാനയുടെ പിടിയിൽ അകപ്പെടുമെന്നുള്ള ഭീതിയിലാണ് ആറളത്തെ ആദിവാസി ജനത, അതുപോലത്തെ ജീവനക്കാരും അവിടുത്തെ തൊഴിലാളികളും ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തിറങ്ങാൻ വേണ്ടി കഴിയുന്നില്ല. ഇവിടെ ഏറ്റവും ഭീഷണിയായിട്ട് നിലനിൽക്കുന്നത് ജനങ്ങളുടെ തൊട്ടുമുമ്പിൽ എപ്പോഴും അവരുടെ കൺമുമ്പിൽ എന്നോണം പ്രത്യക്ഷപ്പെടുന്ന ഒരു മോഴയാനയുണ്ട്. മുമ്പ് പ്രശ്നമുണ്ടായ ആനകളുടെ ആക്രമണത്തിൽ ആളുകൾ മരണപ്പെടുന്ന സമയമുണ്ടായപ്പോൾ അവിടെ ചുള്ളിക്കൊമ്പനാണ് ആനയെ ജനങ്ങളെ ഉപദ്രവിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവിടെ ആ ചുള്ളിക്കൊമ്പനെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഒരു നടപടിയുണ്ടായി. അതിനെ നാട് കടത്തുകയും ചെയ്തു. ഈ മോഴയാനയും കൂടെ ഇവിടുന്ന് നാട് കടത്തുകയും അതോടൊപ്പം തന്നെ ആറളം ആദിവാസി പുനരധിവാസം ഉൾപ്പെടെ ഉള്ള പ്രദേശങ്ങളിൽ ഒരു ഫെൻസിങ് അവിടെ ഇതുപോലെ ആനമതിൽ പുനർനിർമ്മിച്ച് അതിനൊരു പരിഹാരമുണ്ടാക്കുന്നതിനുമാണ് നടപടി ഉണ്ടാകുന്നത്. തീർച്ചയായും സ്വന്തം ഭൂമിയിൽ സമാധാനമായി ജീവിക്കാനുള്ള അവകാശമാണ് ഇവർ ചോദിക്കുന്നത്. അതുകൊണ്ട് പ്രഖ്യാപനങ്ങളല്ല, നടപടികളാണ് ഉടൻ വേണ്ടത്. നാളെ മറ്റൊരു വിഷയമായി കവല ഇതേ സമയം വീണ്ടും കാണാം.